എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ ശക്തിയുള്ളൊരു സാധനമാണ്. അതിന് വേണ്ടി മിക്സിയുടെ ജാറെടുത്തു, ഒരു മുറി തേങ്ങ എടുത്ത് തിരികെ എടുത്തിട്ടു, 1 സ്പൂണ് കടുകും എടുത്ത് ഇടുവാണ്. അകത്തൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പകുതി അരച്ചതിന് ശേഷം ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ നേണ്ട അരച്ചു കഴിഞ്ഞു. ഇതേപോലെ പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. 1/2 കിലോ തൈര് വാങ്ങിച്ചു, എന്നിട്ട് പാത്രത്തിലിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലിരിക്കുന്ന ഇതുണ്ടല്ലോ, ദേ കണ്ടോ, അത് ഈ തൈരിലോട്ട് കലക്കണം. കലക്കി നന്നായിട്ട് ഇളക്കുകയും ചെയ്യണം കേട്ടോ, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ നമുക്കിടാം. ഉപ്പ് പാകത്തിന് ചെക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ചീനിച്ചട്ടി വെച്ചു, നന്നായിട്ട് ചൂടായി. ഇഷ്ടമുള്ള എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ കടുകിട്ടു. 2-3 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതിനും കൂടെ നമ്മളൊന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇട്ടു. ഒരു 5-6 നല്ല എരിവുള്ള പച്ചമുളക് അതിനെയും കട്ട് ചെയ്തിട്ടു. 1 പിടി കരിവേപ്പില അതിനെയും നമ്മളിട്ടു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിക്കോട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതും കൂടി ഇടണം, അല്ലെങ്കിൽ ഉള്ളി അങ്ങ് കൂടുതലും മുരിഞ്ഞു പോകത്തില്ലേ. 1/2 കിലോ വെണ്ടയ്ക്ക അതേ കണ്ടോ കഴുകി നേരത്തെ വെച്ചു, എന്നിട്ട് പൊടിയായിട്ട് കഷ്ണം കട്ട് ചെയ്തു. വെണ്ടയ്ക്കകത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സാധനമാണ്. വെണ്ടയ്ക്കകത്തെ ഒരു പശവശപ്പ് പോലെ വരത്തില്ലേ. നമ്മളിപ്പോൾ അത് കഴുകി ഉണക്കിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ തൊടുമ്പം കാണത്തില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് നമ്മളെ കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനായിട്ട് ഒത്തിരി ഉപകാരമാണ് നമുക്ക്. 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂടി അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഞാനിതിനെ ഒന്ന് മൂടി വെക്കുവാണ്. സിമ്മിലേ ഇടാവൂ കേട്ടോ. 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് പൊക്കി വീണ്ടും ഒന്ന് ഇളക്കി പിന്നെ ഒന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്, ഇതൊന്ന് ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു തരാം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോൾ അടപ്പെടുത്ത് മാറ്റി, അതിനുശേഷം അടപ്പില്ലാതെ സിമ്മിലിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ലൈറ്റ് മെറൂണാക്കി നമുക്ക് എടുക്കാം. അരച്ച് വെച്ചത് നമ്മളെ തൈരും മസാലയും എല്ലാം കൂടെ ചേർത്ത് വെച്ചതിനകത്തോട്ട് നമ്മൾ ഇത് വറുത്ത് വെച്ച വെണ്ടയ്ക്ക എടുത്തിടുക കേട്ടോ. നന്നായിട്ട് ഇളക്കണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പ്ലീസ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സൂപ്പർ സാധനമാണിത് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ വെണ്ടയ്ക്ക പച്ചടി തയ്യാറായി. എൻ്റെ ഒരു അപേക്ഷയാണ്, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. വളരെ ഗുണമുള്ളൊരു സാധനമാണിത് കേട്ടോ. അതുകൊണ്ട് മറക്കാതെ കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.